മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയത്തിലേക്ക് 12 വാർഡുകളിൽ LDF മുന്നേറുന്നു. 2ഇടത്ത് UDFും വിജയിച്ചു. പെരിഞ്ചേരി, കുഴിക്കൽ, പെറോറ വാർഡുകൾ LDF നിലനിർത്തി. വിശദാംശങ്ങളുമായി PV ജോഷില ചേരും. ഇടത് മുന്നേറ്റം 15 സീറ്റുകളിൽ 15 വാർഡുകളിലാണ് ഇപ്പോൾ LDF മുന്നേറുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. 2ഇടത്ത് മാത്രം UDFിന്റെ നേട്ടം എന്നും വിലയിരുത്തപ്പെന്നും ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച നേട്ടത്തിലേക്ക് തന്നെ LDF പോകുന്നു. പല വാർഡുകളും UDFിന്റെ പക്കൽ നിന്നും LDF പിടിച്ചെടുത്തിരിക്കുന്നു. നിർണായകമായ വിജയത്തിലേക്ക്, വ്യക്തമായ ലീഡിലേക്ക് LDF പോകുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കണക്കുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ BJP 2 സ്ഥലങ്ങളിൽ മുന്നേറ്റം നടത്തി 2ാം സ്ഥാനത്ത് എത്തിയ സ്ഥലങ്ങളിലും അവർക്ക് BJPക്കും വളരെ പിന്നാക്കം പോകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ ജോഷില, PV ജോഷില ചേരുന്നു. ജോഷില, കണക്കുകൾ പറയുന്നത് 15 നമ്പർ, വ്യക്തമായ ഒരു മുന്നേറ്റത്തിലേക്ക്, മുൻതൂക്കത്തിലേക്ക് ഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള പോക്ക്. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ, കണക്കുകൾ വരുന്നത്? ഔദ്യോഗികമായ റിസൾട്ട് വന്ന 12 സീറ്റുകളിൽ 10 LDF നേടിയിരിക്കുന്നു. ഏറ്റവും മൃഗീയമായ ഭൂരിപക്ഷം നേടും എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. LDF മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി നഗരസഭ ഭരിക്കും എന്നുള്ള പ്രതീക്ഷയോടു കൂടി തന്നെയാണ് എല്ലാവരും ഉള്ളത്. കാരണം കഴിഞ്ഞ വർഷങ്ങളായി ലീഗിന്റെ കുത്തകയായിരുന്ന കളറോട് പിടിച്ചെടുത്തിരിക്കുന്നു. അതും വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കളറോട് LDF പ്രവർത്തകർ പിടിച്ചെടുത്തിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രതിഫലനം എല്ലാ വാർഡുകളിലും കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് LDF പ്രവർത്തകർ. മാത്രമല്ല, നേരത്തെ UDFിന്റെ സീറ്റായ മറ്റൊരു വാർഡ് കൂടി പിടിച്ചെടുത്തിരിക്കുകയാണ്. 2 വാർഡുകൾ UDFിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തതിന്റെ ആഹ്ലാദം അത് ഇവിടെ അനവട്ടി ഒഴുകുകയാണ് എന്ന് വേണം പറയാൻ. കാരണം ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുക എന്നുള്ളത് LDFിന്റെ അഭിമാന വോട്ട് കൂടിയായിരുന്നു. അത് സാധ്യമായിരിക്കുന്നു. UDFിൽ നിന്നും, പ്രത്യേകിച്ച് ലീഗിൽ നിന്നും, ലീഗ് എല്ലാ കാലത്തും ഭരിച്ചിരുന്ന വാർഡുകൾ പോലും വൻ ഭൂരിപക്ഷത്തോടുകൂടി നേടിയിരിക്കുന്നു. മാത്രമല്ല, 2 വാർഡുകളാണ് ഇപ്പോൾ റിസൾട്ട് വന്നതിൽ 2 വാർഡുകൾ മാത്രമാണ് UDFിന് ലഭിച്ചിരിക്കുന്നത്. ഈ വാർഡുകളിൽ പോലും UDFിന് ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വാർഡുകളിലും ഇടതുമുന്നണി ഭരണത്തിന്റെ, കേരളം ഇടതുമുന്നണി ഭരിച്ചു എന്നതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇതിനെ ഇടതു നേതാക്കൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ ഭരണം അത് എല്ലാ തരത്തിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതീക്ഷ അത് ജനങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഈ റിസൾട്ട് എന്നുള്ളതാണ് ഇടതു നേതാക്കൾ പറയുന്നത്. ജോഷില, പല സ്ഥലങ്ങളിലും അതുപോലെ തന്നെ സീറ്റ് UDFിൽ തിരിക്കുന്നു. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ രണ്ടോളം സീറ്റുകളിൽ BJPക്ക് നില മെച്ചപ്പെടുത്തി മുന്നേറാൻ കഴിഞ്ഞു. ഇവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട്, അല്ലെങ്കിൽ സംസ്ഥാന ഭരണത്തിന്റെ ഒരുപക്ഷെ വിലയിരുത്തൽ എന്ന പ്രാദേശികമായി തന്നെ ആ അർത്ഥത്തിലേക്കൊക്കെ ആയിരുന്നു പ്രചരണം നടന്നത്. ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഒരു അവകാശപ്പെടാൻ കഴിയുന്ന മികച്ച നേട്ടം, ഇരട്ടി നേട്ടം, അങ്ങനെയാണോ വിലയിരുത്തപ്പെടേണ്ടത്? തീർച്ചയായും പ്രജീഷ്, കഴിഞ്ഞ തവണ BJP സീറ്റുകൾ നേടാനുള്ള ഒരു രീതിയിലേക്ക് മാറിയിരുന്നെങ്കിലും ഇപ്പോൾ BJP എന്നുള്ള ഒരു പേര് മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ റിസൾട്ടുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ BJP എന്നുള്ള ഒരു പാർട്ടി ഇതിലൊരു തെരഞ്ഞെടുപ്പിലൊരു കക്ഷിയായിരുന്നു എന്നുള്ള പോലും ഒരു അംശം പോലും കക്ഷിയായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെൻഡ് പോലും ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ആകെയുള്ളത് LDF തരംഗം എന്ന് വേണം പറയാൻ. അതായത് ഇടതുമുന്നണി വളരെ മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നഗരസഭ ഭരിക്കും എന്നുള്ളതിന്റെ അത്യാഹ്ലാദ പ്രകടനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായി, കഴിഞ്ഞ 20 വർഷം മുൻപ് പോലും, പഞ്ചായത്തായിരുന്ന കാലത്ത് പോലും കളറോട് അടക്കമുള്ള കളറോട് വാർഡ് ലീഗിന്റെ കുത്തകയായിരുന്നു. ആ കുത്തകയാണ് തകർത്തിരിക്കുന്നത്. ആ കുത്തക തകർന്നതോടുകൂടി LDF പ്രവർത്തകർ അത്യാഹ്ലാദത്തിലാണ് എന്ന് വേണം പറയാൻ. ഇത് ഇടതുമുന്നണിയുടെ നേട്ടമാണ്, കേരളത്തിന്റെ ഭരണ നേട്ടമാണ്. ഈ കേരളത്തിന്റെ ഭരണ നേട്ടത്തിൽ എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. അത് ലീഗിന്റെ അണികൾക്ക് പോലും പ്രതീക്ഷകൾ നൽകുന്നു എന്നുള്ളതിന്റെ തെളിവാണ് എന്നാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥികളടക്കം വിലയിരുത്തുന്നത്. ജോഷില, LDFിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ, CPMന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഒക്കെ തന്നെ പ്രതികരണങ്ങൾ, സംസ്ഥാന നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയോ? ജില്ലാ നേതൃത്വത്തിലുള്ള പുരുഷോത്തമനാണ് ഇവിടെ എയർപോർട്ട് വാർഡ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എയർപോർട്ട് വാർഡ്
അതുകൊണ്ട് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ LDF ഇവിടെ മുന്നേറുമെന്നുള്ളത്. ഇതിന് കാരണം ജോഷ്ല പുതുതായി ആഡ് ചെയ്യാറുള്ളത് 16 വാർഡുകൾ LDF, 4 UDF എന്നാണ് ഏറ്റവും പുതുതായി നൽകാൻ ലഭിക്കുന്ന വിവരം. കൂട്ടിച്ചേർക്കാനുള്ളത് തീർച്ചയായും പ്രജീഷ് 16 വാർഡുകളുടെ റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഔദ്യോഗികമായി ഇത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 16 വാർഡുകളിൽ 4 വാർഡുകൾ UDF-നും മറ്റ് 12 വാർഡുകൾ LDF-ഉം നേടിയിരിക്കുന്നു. ഔദ്യോഗികമായ റിസൾട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ 12 വാർഡുകൾ ഇപ്പോൾ LDF നേടിയിരിക്കുന്നു. 4 വാർഡുകളാണ് UDF ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുരുഷോത്തമൻ നേരത്തെ ഞങ്ങളോട് പങ്കുവച്ച ഒരു കാര്യമുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് BJP സർക്കാരിന്റെ ഭരണവിരുദ്ധ നയങ്ങൾ അത് മട്ടന്നൂർ നഗരസഭയിലടക്കം, അതായത് ജോഷ്ല സവിശേഷമായ ഒരു എടുത്ത സാഹചര്യം പറയേണ്ടത്. കാരണം അവിടെ BJP-യുടെ അല്ലെങ്കിൽ BJP എന്ന പാർട്ടിയെ കുറിച്ച് വിലയിരുത്തലിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ആ ജില്ലയിലടക്കം അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ശക്തമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരുപക്ഷെ സംഘർഷം പോലും പലതരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ആ രീതിയിലേക്ക് ഒരു മേൽക്കൈ രൂപപ്പെടുത്താൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ അടക്കം അതൊക്കെ തന്നെ ഒരു BJP-യുടെ ഒക്കെ തന്നെ നിലപാടുകളുടെ കൂടി ഒരു വിലയിരുത്തലായി ഈ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണേണ്ടി വരുമോ? ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ BJP-ക്കുണ്ടായ ഒരു തിരിച്ചടി കൂടി ഏതർത്ഥത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും? തീർച്ചയായും പ്രജീഷ്, നേരത്തെ തന്നെ കണ്ണൂരായിരുന്നു BJP-യുടെ ഒരു ടാർഗറ്റ് എന്ന് പറയാൻ കഴിയുന്ന ജില്ല. കണ്ണൂരെ പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു BJP-യുടെ ലക്ഷ്യം. എന്നാൽ അത് ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. കാരണം BJP എന്നുള്ള ഒരു പാർട്ടി എന്നുള്ള ഒരു സാന്നിധ്യം പോലും ഈ റിസൾട്ടിൽ ഇതുവരെ വന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൽ കാണാനില്ല എന്നുള്ളതാണ്. മാത്രമല്ല കണ്ണൂരിന്റെ മലയോര പ്രദേശമാണ് മട്ടല്. മലയോര പ്രദേശത്തായിരുന്നു നേരത്തെ ഇവർ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതും ആക്രമണങ്ങൾ നടത്തിയിരുന്നതുമൊക്കെ കണ്ണൂരിന്റെ മലയോര പ്രദേശങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. എന്നാൽ അതുപോലും തകർന്നിരിക്കുന്നു. നേരത്തെ ആക്രമണത്തിന്റെ ജില്ലയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി. CPIM ആണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തി. ദേശവ്യാപകമായി ഇത്തരത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോഴും കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിൽ BJPക്ക് അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ഫലം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തെയും ജനങ്ങൾക്കിടയിലേക്ക് കടത്തിക്കൊണ്ടുപോകാൻ BJP കഴിഞ്ഞില്ല. മാത്രമല്ല കണ്ണൂരിനെ കുറിച്ച് പുറത്തു പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നില്ല. അവർ ഇത് കണ്ടറിയുന്നവരാണ്. അതാണ് ജോഷ്ല, അതായത് ഒരു സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന പാർട്ടി ചില ഭരണവിരുദ്ധ സ്വാഭാവികമായും എല്ലാ കാലഘട്ടങ്ങളിലും ഭരണവിരുദ്ധ വികാരങ്ങളൊക്കെ തന്നെ ചെറിയ അർത്ഥത്തിലെങ്കിലും ഏശാറുണ്ട്, അതിൻ്റെയൊക്കെ തന്നെ ലാഞ്ചന കാണാറുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു 20-14 കഴിഞ്ഞ തവണത്തെ ജനവിധിയും ഇപ്പോഴത്തെ താരതമ്യം ചെയ്യുമ്പോൾ 20-14 എന്ന കഴിഞ്ഞ തവണത്തിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്യുമ്പോൾ 16 ഇപ്പോഴെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും കണക്കനുസരിച്ച് 16-4 ഒരു വലിയ മുന്നേറ്റം. തികച്ചും ഒരുപക്ഷെ 18-4 എന്നാണ് കണക്ക് ഏറ്റവും പുതുതായി വരുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ 18 ഒരു ഏകപക്ഷീയമായ മുന്നേറ്റം, തികച്ചും അവകാശപ്പെടാൻ കഴിയുന്ന അല്ലെങ്കിൽ അഭിമാനം കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മുന്നേറ്റം. ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ സംസ്ഥാന ഭരണത്തിന്റെ കൂടി ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ കൂടിയും അവിടെയൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന തരത്തിലേക്കാണ് UDF-ഉം BJP-യും അടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും കൊണ്ടുപോയത്. അപ്പോൾ ഈ ജനവിധിയെ ആ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾക്ക് കൂടിയുള്ള മാർക്കിടൽ ആ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? തീർച്ചയായും പ്രജീഷ്, സാധാരണയായി നിലനിൽക്കുന്ന ഭരണത്തിന് എതിരെയുള്ള ഒരു ചെറിയ ട്രെൻഡെങ്കിലും ഭരണ കോട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടുള്ള ചില ചെറിയ കോട്ടങ്ങളെങ്കിലും എല്ലായിടത്തും പ്രതിഫലിക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ല. ഈ ഭരണത്തിന് എല്ലാ പിന്തുണയും എല്ലാ വിഭാഗം ജനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലീഗിൽ അടക്കമുള്ള അണികൾ ഭരണത്തിന് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം കാണിച്ചു തരുന്നത്. BJP-യുടെ പ്രചരണങ്ങളെല്ലാം തന്നെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ UDF-ന്റെ പ്രചരണങ്ങളെല്ലാം തന്നെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. UDF താഴ്ന്ന നിലയിലേക്ക് പോകുന്നു. 2 സീറ്റുകൾ UDF-ൽ നിന്നും പിടിച്ചെടുക്കുന്നു. എന്നാൽ ഇതൊന്നും തന്നെ BJP-ക്ക് നേട്ടമായി വരുന്നുമില്ല. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ സീറ്റുകളും ഇപ്പോൾ റിസൾട്ട് വന്നതുപോലെ 18
4 സീറ്റ് മാത്രം നേടിക്കൊണ്ട് UDF ഒതുങ്ങുമ്പോൾ BJPക്ക് അതിന്റെ ഒരു തരി പോലും ഒരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറുന്നു എന്ന് കാണുന്നത്. ഇടതുഭരണം വന്ന് 1 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതുഭരണത്തിന്റെ റിസൾട്ട് അത് എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ജനവിധിയാണ് ഇത് റിസൾട്ട് എന്താണെന്ന് വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കണ്ടുവരുന്നത്. മട്ടന്നൂർ നഗരസഭ LDF നിന്നും പിടിച്ചെടുക്കും എന്നായിരുന്നു UDF പ്രഖ്യാപിച്ചത്. ആ രീതിയിലേക്ക് പോകും കാര്യങ്ങൾ എന്നായിരുന്നു UDF പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിനെല്ലാം വിപരീതമായി ഭരണം നിലനിൽക്കെ തന്നെ ഇടതുഭരണം കേരളത്തിൽ നിലനിൽക്കെ തന്നെ ഭരണവിരുദ്ധ വിചാരങ്ങളൊന്നുമില്ലാതെ ഭരണത്തിന് അനുകൂലമായ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഭരണത്തിന് എതിർകക്ഷികൾ പോലും പിന്തുണക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആ രീതിയിലേക്ക് തന്നെയാണ് ഇലക്ഷൻ റിസൾട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ജോഷ്ല, ഇനിയുള്ള വോട്ടെണ്ണൽ അല്ലെങ്കിൽ റിസൾട്ട് വരാനുള്ള മേഖലകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഒരു ഇടത് കോട്ടകൾ ആണോ വ്യക്തമായ ഒരു മുൻതൂക്കത്തിലേക്ക് LDF? കാരണം ഈ 18 എന്ന നമ്പർ ഒരു വലിയ നമ്പറായി മാറ്റി കൊണ്ടുപോകാനുള്ള സാധ്യതകളാണോ തെളിയുന്നത്? UDF ഇനിയുള്ള മേഖലകളൊക്കെ നോക്കുമ്പോൾ അവിടേക്കുള്ള മറ്റ് മുന്നണികളുടെയൊക്കെ തന്നെ അവിടെയൊക്കെ പ്രതീക്ഷകൾ എങ്ങനെയാണ്, അടിയൊഴുക്കുകൾ എങ്ങനെയാണ് അവിടെയൊക്കെ? ഇനി വരാനുള്ള റിസൾട്ടിലെല്ലാം തന്നെ LDF പ്രവർത്തകര് ഇനി വരാനുള്ള റിസൾട്ട് ഭൂരിഭാഗം റിസൾട്ടും LDFന് അനുകൂലമായ പ്രദേശങ്ങളിലുള്ള റിസൾട്ടാണ് വരേണ്ടത് എന്നാണ് കാണുന്നത്. ഏകദേശം 4 സീറ്റ് UDFന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ അവർ നിലനിർത്തിയിരുന്ന വാർഡുകളാണ്. 2 വാർഡുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ 6 വാർഡുകൾ നേരത്തെ UDF ഭൂരിപക്ഷം നിലനിർത്തിയിരുന്ന സ്ഥലങ്ങളിലാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ളതിൽ ഭൂരിഭാഗം റിസൾട്ടുകളും LDFന് അനുകൂലമായ റിസൾട്ട് വരേണ്ട, LDFന് വ്യക്തമായ ആധിപത്യം ഉള്ള പ്രദേശങ്ങളിലെ റിസൾട്ടുകളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജീഷ്, ജോഷ്ല, ദൃശ്യങ്ങളിൽ കാണാം. കാരണം ആ ഒരു ആഹ്ലാദ പ്രകടനം നമുക്ക് കാണാൻ കഴിയും. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ പ്രവർത്തകർക്കൊക്കെ ഒരു വലിയൊരു ആവേശം. കാരണം ഈ സർക്കാരിന്റെ നേട്ടങ്ങളെ പങ്കുവെച്ചുകൊണ്ട് നടന്ന അല്ലെങ്കിൽ പ്രചരണം രംഗത്ത് അവരൊക്കെ പ്രാദേശിക നേതാക്കളടക്കം ഊന്നിപ്പറഞ്ഞ വിഷയങ്ങളായിരുന്നു. ആ അർത്ഥത്തിലൊക്കെയുള്ള അവരുടെ അവകാശവാദങ്ങളിൽ കിട്ടിയ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു മാർക്ക് അല്ലെങ്കിൽ അവരുടെ നിർണായകമായ വിധിയെഴുത്ത്, ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ജില്ലാ നേതൃത്വത്തിന് എത്രത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് LDFന്റെ ജില്ലാ നേതൃത്വത്തിന് ആവേശം പകരുന്നതാണ്? പ്രവർത്തകരുടെയൊക്കെ തന്നെ വികാരം ഏത് രീതിയിൽ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും? ആദ്യ റിസൾട്ട് വരുമ്പോൾ തന്നെ അണികൾ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് പുറത്ത് എത്തിയിരുന്നു. ആദ്യ റിസൾട്ടുകൾ അനുകൂലമായി എന്നറിഞ്ഞതോടുകൂടി നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രവർത്തകർ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ തടിച്ചുകൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മടങ്ങിയെത്താൻ ജോഷ്ല, ഇപ്പോൾ EP ജയരാജൻ നമ്മോടൊപ്പം CPM നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. EP ജയരാജൻ, അതായത് വ്യക്തമായും നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ജനവിധി അല്ലെങ്കിൽ റിസൾട്ട് എന്ന് വേണം പറയാൻ. കാരണം കഴിഞ്ഞ തവണത്തെ നമ്പറും ഇപ്പോഴത്തെ നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ച് 19-6 എന്ന തലത്തിലേക്കാണ്. ഈ ഒരു വിജയത്തെ ഏത് രീതിയിൽ വിലയിരുത്തുന്നു? പ്രതികരണം താങ്കളുടെ. ശ്രീ EP ജയരാജൻ, കേൾക്കാമോ താങ്കൾക്ക്? ഹലോ, MV ജയരാജനാണ്. ക്ഷമിക്കണം, ശ്രീ MV ജയരാജൻ. അതായത് ശ്രീ ജയരാജൻ, അതായത് ഈ വിജയത്തെ ഏത് അർത്ഥത്തിൽ വിലയിരുത്തുന്നു? പ്രതികരണം, ആദ്യ പ്രതികരണം എന്ന നിലയിൽ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ തെരഞ്ഞെടുപ്പ് വിധി വന്നുകൊണ്ടിരിക്കുകയാണ്. LDFന് നല്ല മുന്നേറ്റമാണ് ഉണ്ടായത്. നേരത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്ന ഒരു നഗരസഭയാണ് മട്ടന്നൂർ. LDF അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിൽ വമ്പിച്ച മുന്നേറ്റം ഇടതുപക്ഷം ഉണ്ടാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ തവണ 5 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടിക്കൊണ്ട് മട്ടന്നൂർ നഗരസഭ LDF മുന്നേറ്റം പ്രകടമാകുന്ന റിസൾട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷ ഭരണത്തിനും കേരളത്തിലെ ഇടതുപക്ഷ ഭരണത്തിനും ഒപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ശരിയായ നിലപാടിനും ഉള്ള അംഗീകാരമാണ്. രാജ്യമാകെ ജനവിരുദ്ധ നയങ്ങളും അഴിമതിയും
വർഗീയതയും മൂലം ബി ജെ പിയുടെ ഈ ജനവിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായി, വർഗീയ രാഷ്ട്രീയത്തിനെതിരായി പ്രതികരിക്കാൻ പോലും അശക്തമായ കോൺഗ്രസിനുമെതിരായ, UDF-നുമെതിരായ ഒരു ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായിട്ടുള്ളത്. ഇത് LDF-ന്റെ രാഷ്ട്രീയ വിജയം തന്നെയാണ്. ശ്രീ എം വി ജയരാജൻ, അതാണ് അവിടെ സൂചിപ്പിക്കുമ്പോൾ, കാരണം ഈ മേഖലയിൽ, ഈ മട്ടന്നൂർ അടക്കമുള്ള മേഖലകളിൽ BJP-യുടെ ഒരു പ്രകടനത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞാൽ തങ്ങളമടക്കമുള്ള ആളുകളുടെയൊക്കെ തന്നെ പേരെടുത്ത് അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് പ്രാദേശിക നേതാക്കന്മാർ അവിടെ പ്രചരണം നടത്തിയത്. അതായത് വ്യക്തമായ ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുക BJP, അത് ഏതർത്ഥത്തിലും, കാരണം ഒരു ഭരണവിരുദ്ധ വികാരങ്ങൾ ഒരു പക്ഷേ സ്വാഭാവികമായും എല്ലാ കാലങ്ങളിലും ഏതെങ്കിലും തരത്തിൽ ഏശേണ്ടതാണ്. പക്ഷെ അതൊന്നുമില്ലാതെ BJP-ക്കേറ്റ ഈ ഒരു ദയനീയ പരാജയത്തെ ഏത് ദിശയിലൂടെ ചിന്തിക്കേണ്ടി വരും? BJP-ക്ക് ഒരു സീറ്റും അവിടെ നേടാൻ കഴിഞ്ഞില്ല. മട്ടന്നൂർ എല്ലാ കാലത്തും ജമ്യവിരുദ്ധ, സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളുടെ കേന്ദ്രമാണ്. അത് തന്നെയാണ് ഈ ജനവിധിയിലും തെളിയുന്നത്. മട്ടന്നൂർ നിയമസഭാ മണ്ഡലം കേരളത്തിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി EP ജയരാജൻ വിജയിച്ച കേരളത്തിലെ രണ്ടാമത്തെ മണ്ഡലമാണ്. യഥാർത്ഥത്തിൽ ആ ജനവിധിയുടെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഇതിലേക്ക് നയിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ആ രാഷ്ട്രീയ പശ്ചാത്തലം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിൽ BJP ഒറ്റപ്പെടുന്നു. അവരുടെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളും വർഗീയ തീവ്ര നിലപാടും മൂലം എല്ലാ ജനാധിപത്യ ശക്തികളുടെയും അഴിമതിരഹിത ജനങ്ങളുടെയും മതനിരപേക്ഷ ശക്തികളുടെയും അതിശക്തമായ വിമർശനത്തിന് ഇരയായതാണ് BJP. അടുത്ത കാലത്ത് കേരളത്തിൽ BJP വലിയ തോതിൽ അഴിമതി നടത്തുന്നു എന്നുള്ളത് BJP-യുടെ നേതൃത്വം തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. BJP-യുടെ സംസ്ഥാന വക്താവിനെ അവർക്ക് പുറത്താക്കേണ്ടി വന്നു. BJP-യുടെ നേതൃത്വം അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നു എന്നത് മെഡിക്കൽ കോഴ വിവാദം തെളിയിച്ചതാണ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജനങ്ങൾ മട്ടന്നൂരിൽ ഇടതുപക്ഷത്തോട് ഉറച്ചു നിന്നു. ഒപ്പം UDF-നെയും പരാജയപ്പെടുത്തി. കഴിഞ്ഞ തവണ UDF-ന് കിട്ടിയ സീറ്റുകളൊന്നും ഇത്തവണ നേടാൻ UDF-ന് പല വാർഡുകളിലും കഴിഞ്ഞില്ല. BJP ആവട്ടെ ദയനീയമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ശ്രീ എം വി ജയരാജൻ, താങ്കൾ തിരക്കാണെന്ന് അറിയാം. എങ്കിൽ കൂടിയും ഒരു ചോദ്യം കൂടി, അതായത് ഈ മേഖലയെ, കാരണം ഒരു ഇടത് കോട്ടകളിൽ ഉണ്ടായിട്ടുള്ള ഒരു വിജയം എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പിടിച്ചെടുത്തിരിക്കുകയാണ് സീറ്റുകൾ പലതും. കഴിഞ്ഞ തവണത്തെ നമ്പരൊക്കെ പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു മുന്നേറ്റം, ഏകപക്ഷീയമായ ഒരു വിജയത്തിലേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ദൃശ്യങ്ങളിലൊക്കെ താങ്കൾക്ക് ഒരു പക്ഷേ കാണുന്നുണ്ടായിരിക്കും, പ്രവർത്തകർ അത്രത്തോളം ആവേശത്തോടു കൂടി അവർ ആഹ്ലാദം പങ്കിടുകയാണ്. ഈ പ്രവർത്തകരോട് താങ്കൾക്ക് പറയാനുള്ളത്? 5ാം തവണയും മട്ടന്നൂർ നഗരസഭയിൽ തുടർച്ചയായി LDF-നെ വിജയിപ്പിച്ച ജനങ്ങളോടും ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും അങ്ങേയറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അർപ്പിച്ച വിശ്വാസം വീണ്ടെടുക്കാനും അത് നിലനിർത്താനും ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് കഴിയും. ജനപ്രതിനിധികൾ അവിടെ മത്സരരംഗത്തുണ്ടായ ജനപ്രതിനിധികൾ ജനങ്ങളിൽ അങ്ങേയറ്റം വിശ്വാസമുള്ളവരും ഒപ്പം ഭരണരംഗത്ത് കഴിഞ്ഞ കാലങ്ങളിൽ പാടവം തെളിയിച്ചവരുമാണ്. അതാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു പ്രത്യേകത. ഞാൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ കുറച്ചു ദിവസം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ജനങ്ങളിൽ പൊതു സ്വീകാര്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയിട്ട് നിർത്താൻ LDF-ന് കഴിഞ്ഞു. ഒപ്പം UDF-നും അതോടൊപ്പം BJP-ക്കും ദയനീയമായിട്ടുള്ള പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന് ഒരു ഘടകം അവരുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടവർ രാഷ്ട്രീയമായി മാത്രമല്ല ആ നാടിന്റെ വികസന പ്രശ്നങ്ങളിൽ നിഷേധ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞു. മട്ടന്നൂരിലാണ് കണ്ണൂർ വിമാനത്താവളം. മുനിസിപ്പാലിറ്റിയുടെ പാതി പ്രദേശം കണ്ണൂർ വിമാനത്താവളത്തിന്റെ പ്രദേശം കൂടിയാണ്.
ആ മട്ടന്നൂർ വിമാനത്താവളം പണി പൂർത്തീകരിക്കാതെ നാട്ടുകാർ വിളിക്കുന്ന മലബാർ ഭാഷയിൽ പറഞ്ഞാൽ ഒരു തൈക്കുണ്ട് വിമാനത്തിൽ കയറി ഉദ്ഘാടനം ചെയ്ത അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുള്ള താക്കീതാണ് ആ ജനവിധി. അതുകൊണ്ട് ഇത്തരമൊരു വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച മട്ടന്നൂർ ജനങ്ങൾക്കെല്ലാം അഭിമാനിക്കാം. അതിനോട് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും LDFും കടപ്പെട്ടിരിക്കുന്നു. ജനങ്ങളുടെ വിനീത ദാസന്മാരായി ജനങ്ങളോടൊപ്പം നിന്ന് ഭരണം നടത്താനും ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ചും ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും അഴിമതിരഹിതമായ ഒരു ഭരണത്തിന് LDF നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും. യെസ്, വളരെ നന്ദി ശ്രീ MV ജയരാജൻ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് 23 സീറ്റുകളിൽ LDF വിജയിച്ചിരിക്കുന്നു. 7 സീറ്റുകളാണ് UDFന് അവകാശപ്പെടാൻ ഉള്ളത്. BJPക്ക് ദയനീയമായ പരാജയം എന്നും നമുക്ക് ലഭിക്കുന്ന കണക്കുകളനുസരിച്ച് പറയേണ്ടി വരും. LDF 28 സീറ്റുകളിലാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 7 സീറ്റുകളിൽ 7 വാർഡുകളിലാണ് ഇപ്പോൾ UDF വിജയം നേടിയിരിക്കുന്നത്. ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് പ്രവർത്തകർ. ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നു. വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ മികവുറ്റ സ്ഥാനാർത്ഥികളാണ്. കഴിഞ്ഞ തവണ 20-14 എന്ന നമ്പറിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഏകപക്ഷീയ വിജയത്തിലേക്ക് LDF പോയിരിക്കുന്നത്. 28-7 സീറ്റുകൾ UDFന്, 28 സീറ്റുകൾ LDF സ്വന്തമാക്കി വിജയം ഉറപ്പിച്ചിരിക്കുന്നു. ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. വ്യക്തമായ മുൻതൂക്കം തന്നെ ഉണ്ടായിരിക്കുന്നു. BJPക്ക് ദയനീയ പരാജയം നേരിടേണ്ടി വന്നിരിക്കുന്നു. ശക്തമായ ഭരണവിരുദ്ധ വികാരങ്ങൾ ഉണ്ടാകും എന്ന തരത്തിൽ പ്രചരണം നടത്തി വർഗീയതയടക്കം ഒരുപക്ഷെ അവിടെ സംഘർഷമടക്കം പ്രചരണ വിഷയമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയ BJPക്ക് തികഞ്ഞ പരാജയം, തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണ പല സീറ്റുകളിലും മുന്നേറ്റം വിജയിച്ചില്ലെങ്കിൽ കൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ തിരിച്ചടി BJPക്ക് നേരിട്ടിരിക്കുന്നു. LDFന്റെ ജില്ലാ ഘടകം പ്രതികരണങ്ങൾ കൂടി വന്നിരിക്കുന്നു. നേരത്തെ MV ജയരാജൻ ചർച്ചയിൽ പങ്കെടുത്ത MV ജയരാജൻ പറഞ്ഞത് ശക്തമായൊരു പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണ മികവിന് കൂടി ലഭിച്ച ഒരു അംഗീകാരം എന്ന് തന്നെയാണ് മട്ടന്നൂരിലെ വിജയത്തെ വിലയിരുത്തുന്നത്. ജോഷില ചേരുകയാണ്. PV ജോഷില. 28-7 കണക്കുകൾ അങ്ങനെയാണോ? അരുൺ, ഏറ്റവും അവസാനമായി റിസൾട്ട് വന്നിരിക്കുന്നു 28-7 എന്ന രീതിയിലേക്ക്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അതേ റിസൾട്ട് 26-നും 29-നും ഇടയിലുള്ള സീറ്റുകളാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജോഷില മടങ്ങിയെത്താം. അതായത് ഈ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു, ചിത്രം പൂർണ്ണമായും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. 28-7 സീറ്റുകളിൽ മാത്രം UDFന്റെ നേട്ടം, 7 സീറ്റുകളിൽ മാത്രം അവകാശപ്പെടാൻ കഴിയുന്നു. 28 എന്ന വ്യക്തമായ ലീഡിലേക്ക്, വ്യക്തമായ ഏകപക്ഷീയമെന്ന് ഒരുപക്ഷെ പറയാൻ കഴിയുന്ന തരത്തിലേക്കാണ് മട്ടന്നൂരിലെ വിജയം എത്തിയിരിക്കുന്നത്. LDFന് അവകാശപ്പെടാൻ കഴിയുന്ന ഒരു ഇരട്ടി മധുരം, ഇരട്ടി തിളക്കം എന്നൊക്കെ ആലങ്കാരികമായി പറയാൻ കഴിയുന്ന ഒരു വിജയം തന്നെ മട്ടന്നൂരിൽ ഉണ്ടായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നെഞ്ചേറ്റുന്ന പ്രവർത്തകരെയാണ് ദൃശ്യങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ നാളുകളിലെ പ്രചരണ ഘട്ടങ്ങളിൽ ഒഴുക്കിയ വിയർപ്പിന് ജനപക്ഷത്തു നിന്നും വ്യക്തമായ മറുപടി ഉണ്ടായിരിക്കുന്നു. ജനങ്ങൾ ഈ സർക്കാരിന്റെ ഭരണത്തെ നെഞ്ചേറ്റിയിരിക്കുന്നു എന്നാണ് MV ജയരാജൻ ഈ ഭരണത്തിൽ ഒപ്പം പ്രവർത്തിക്കുന്ന MV ജയരാജൻ പ്രതികരിച്ചത്. ഇപ്പോൾ പ്രതികരണങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വൻ തരംഗമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായിട്ടുള്ളത്. ആകെയുള്ള 35 സീറ്റിൽ 28 സീറ്റിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ദേശീയ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലാകമാനം മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടുന്ന സന്ദർഭത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് ഒരു തുരുത്തായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു.
എന്നുള്ളതാണ് ഈ വിധിയെഴുത്തിന്റെ ഒരു കാര്യം. അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുള്ള അംഗീകാരമായും കഴിഞ്ഞ 20 വർഷക്കാലത്തെ മട്ടന്നൂർ നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണ നേട്ടങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിനെ കാണാൻ വേണ്ടി സാധിക്കുകയാണ്. വലിയ ജനകീയ പിന്തുണയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ദൃശ്യമായിട്ടുള്ളത്. പ്രവർത്തകരുടെ ആവേശമാണ് കാണുന്നത്. ഭരണം ഉറപ്പിച്ചിരിക്കുന്നു, ഭരണത്തിലെത്തിയിരിക്കുന്നു. തുടർച്ചയായി തന്നെ എൽ ഡി എഫ് ഭരണം നിലനിർത്തിയിരിക്കുന്നു മട്ടന്നൂർ നഗരസഭയിൽ. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, 28 എന്ന വലിയ നമ്പറിലേക്ക് എത്തി. ഭരണമിത വീണ്ടും ഉറപ്പിച്ചിരിക്കുന്നു. പ്രതികരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്? ഏതൊക്കെ മേഖലകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ LDF-നായി? ഒപ്പം UDF-ന്റെയും പരാജയം, ദയനീയ പരാജയം ഏറ്റുവാങ്ങിയ BJP-യുടെ ഇവരുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു? ജോഷില. MP ഗോവിന്ദ മാഷ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഗോവിന്ദ മാഷ്, എങ്ങനെയാണ് ഇവിടുത്തെ മട്ടന്നൂരിലെ വിജയത്തെ താങ്കൾ കാണുന്നത്? ഏകപക്ഷീയമായ ഒരു വിജയം, അല്ലെങ്കിൽ 28-7 ഇതാണ് ഏറ്റവും അവസാനത്തെ അല്ലെങ്കിൽ നില, അല്ലെങ്കിൽ ഭരണം ഉറപ്പിച്ച കഴിഞ്ഞപ്പോഴുള്ള നില? ഗോവിന്ദ മാഷ്. ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രം തന്നെയാണ് മട്ടന്നൂർ എന്ന് ഒന്നുകൂടി ആവർത്തിക്കുകയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തെളിവായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുകയാണ് ഈ മട്ടന്നൂരുള്ള ഉജ്ജ്വലമായ വിജയം. BJP-യുടെ അവകാശവാദങ്ങളെല്ലാം തകർന്നിരിക്കുകയാണ്. UDF കഴിഞ്ഞ പ്രാവശ്യം നേടിയ സീറ്റ് പോലും നേടാനാവാതെ പിന്നോക്കം പോയിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സീറ്റുകൾ വമ്പിച്ച രീതിയിൽ വർദ്ധിപ്പിക്കാനും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനും സാധിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയ സീറ്റ് ഉൾപ്പെടെ തിരിച്ചുപിടിക്കാനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരാനും അത് സാധിക്കത്തക്ക രീതിയിൽ കേരളത്തിലെ പശ്ചാത്തലം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ കൃത്യമായിട്ടുള്ള മാനസിക നില രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ്. എല്ലാ തരത്തിലുള്ള കള്ളപ്രചാരകരുടെയും നടുക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയത്. ഇടതുപക്ഷത്തിനെതിരായിട്ട് വലിയ അക്രമം രാജ്യവ്യാപകമായിട്ട് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട്, പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് വലിയ അതിക്രമം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പാർലമെന്റിലും പുറത്തും, അതുപോലെ തന്നെ ഇവിടെ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രചാരവേലകൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് മാധ്യമങ്ങൾ ആകെ അതിശക്തിയായിട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് CPM-നെതിരായിട്ട് ഒരുതരം ജ്വരം ബാധിച്ചതുപോലെ കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ പരിച്ഛേദം പോലെ മട്ടന്നൂർ നഗരസഭയിലെ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. CPIM-ന് പ്രത്യേകിച്ചും അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തുന്നതിന് സഹായകരമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വമ്പിച്ച രീതിയിലുള്ള മുന്നേറ്റമാണ് അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ BJP-യുടെ ആ പരാജയമാണ് ശ്രീ ഗോവിന്ദ മാഷ് നമ്മൾ ഒന്ന് ഒരർത്ഥത്തിൽ പരിശോധിക്കേണ്ടത്. കാരണം മതനിരപേക്ഷതയ്ക്ക് അല്ലെങ്കിൽ അത് മുൻനിർത്തിയുള്ള ഒരു പ്രചരണം കൂടിയാണ് നിങ്ങൾ കാഴ്ചവെച്ചത്. അവിടെ ആ കാഴ്ചവെപ്പ് വരുമ്പോൾ ആ പ്രചരണത്തിൽ എന്തൊക്കെ ഘടകങ്ങളാണോ നിങ്ങൾ ഉന്നയിച്ചത്, അവിടെ ഏറ്റവും കൂടുതൽ ഊന്നിയ ഈ മതനിരപേക്ഷത, അത് നിങ്ങൾക്ക് അംഗീകാരമായി വരുമ്പോൾ അവിടെ BJP-യോട് അല്ലെങ്കിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന വലിയൊരു ജനവിഭാഗം എല്ലാം അവിടെ LDF-ന്റെ കോട്ടകൾ അല്ല എല്ലാ കേന്ദ്രങ്ങളും, പക്ഷെ അവിടെയൊക്കെ ഒരു പിടിച്ചെടുത്ത് പല സീറ്റുകളും UDF-ന്റെ പക്കൽ നിന്നും പിടിച്ചെടുക്കുന്നു. ഇതൊക്കെ വെക്കുമ്പോൾ നിങ്ങളുടെ ഭരണത്തിന്റെ മികവിനുള്ള ഒരു അംഗീകാരം, ഒപ്പം ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, ഇതൊക്കെ ഏതർത്ഥത്തിൽ കാണാൻ കഴിയും ഗോവിന്ദ മാഷ്? തീർച്ചയായിട്ടും RSS-ന്റെയും വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മതനിരപേക്ഷ ഉള്ളടക്കത്തെ മുന്നോട്ടേക്ക് വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ രംഗത്ത് വന്നിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മുനിസിപ്പാലിറ്റി നടത്തിയിട്ടുള്ള ഭാസ്കർ മാഷ് ചെയർമാനായി നടത്തിയിട്ടുള്ള മുനിസിപ്പൽ ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് എല്ലാമുള്ള നല്ല മതിപ്പ്, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള നല്ല മതിപ്പ്, ഇതൊക്കെ ചേർന്ന് വന്നപ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിന്റെ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. RSS-നും BJP-ക്കും വലിയ സ്വാധീനമുള്ള മേഖലയൊന്നുമല്ല മട്ടന്നൂർ മുനിസിപ്പാലിറ്റി. അക്രമ സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ചില പോക്കറ്റുകൾ അവിടെ ഉണ്ട് എന്നതിന്റെ പുറത്ത് സത്യം പറഞ്ഞാൽ ജനകീയ പിന്തുണ RSS-ന് അവിടെ ഇല്ല. കൃത്യമായിട്ടുള്ള
ഒരു വിജയം സമ്മാനിച്ചിരിക്കുകയാണ്. LDF-ന് ഇത്തരമൊരു മടങ്ങിയെത്തിയപ്പോൾ പി ജയരാജൻ പ്രതികരിക്കുന്നു. LDF-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 3 ശക്തികളാണ് ഏറ്റുമുട്ടിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും BJP-യും. BJP-ക്ക് ദയനീയമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. മട്ടന്നൂർ നഗരസഭയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കും എന്നാണ് BJP-ക്കാർ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. RSS-കാർ അതിനുവേണ്ടി കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തുകയും ചെയ്തു. പക്ഷേ RSS BJP അഴിമതിക്കാരുടെ പാർട്ടിയാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അക്രമവും അഴിമതിയും ഇതാണ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്ര എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഫലം കൂടിയാണ്. അതോടൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 34 അംഗ മട്ടന്നൂർ നഗരസഭയിൽ 20 സീറ്റുകൾ മാത്രമാണ് LDF-ന് കിട്ടിയിരുന്നത്. ഇത്തവണ UDF-ന് ദയനീയമായിട്ടൊരു പരാജയം സമ്മാനിച്ചുകൊണ്ട് മിന്നുന്ന വിജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിട്ടുള്ളത്. അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം കാഴ്ചവെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സാധ്യമാവുക എന്ന് മട്ടന്നൂർ ജനത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് UDF-ന്റെ വാർഡുകൾ 7 എണ്ണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലടക്കം LDF വിജയിച്ചിരിക്കുകയാണ്. ആണിക്കരി, കളറോഡ്, നാലാങ്കരി ഇത് മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള വാർഡുകളാണ്. ആ വാർഡുകളിലാണ് LDF വിജയിച്ചത്. അത് കൃത്യമായിട്ട് ജനങ്ങൾ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ തെറ്റ് അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലടക്കം LDF-ന് വലിയ മുന്നേറ്റം, ലീഗിൻ്റെ സ്വാധീനത്തിൽ വലിയ ഇടിവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൽ അണിനിരന്നിട്ടുള്ള സാധാരണക്കാർ തങ്ങൾ തുടരുന്ന ഈ കോൺഗ്രസ് വിധേയത്വം സംബന്ധിച്ച് ആലോചിക്കണം. കോൺഗ്രസിനെതിരായിട്ടൊരു ജനവിധിയാണ്. രാജ്യത്ത് RSS സംഘപരിവാരം ഉയർത്തുന്ന വെല്ലുവിളിയെ ചെറുക്കുന്നതിൽ ഇടതുപക്ഷമാണ് കരുത്തുറ്റ പ്രസ്ഥാനമെന്ന് മട്ടന്നൂരിലെ ജനവിധി തെളിയിക്കുകയാണ്. അതുകൊണ്ട് രാജ്യത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമാണ് മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ രാജ്യത്തുടനീളം ശക്തിപ്പെടുത്തുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം നടത്തുന്നത്. സംസ്ഥാനത്ത് LDF ഭരണത്തിന് കീഴിൽ അക്രമം മാത്രമാണ് നടക്കുന്നത് എന്ന നിലക്കാണ് BJP-ക്കാർ പ്രചരിപ്പിച്ചിരുന്നത്. ആ പ്രചരണത്തിന് തക്കതായ മറുപടിയാണ് മട്ടന്നൂരിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അക്രമം നടത്തുന്നത് സംഘപരിവാരമാണ് എന്ന് കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് BJP-യുടെ നുണപ്രചരണങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ. അത് വിജയിച്ച കൗൺസിലർമാർ യോഗം ചേർന്നുകൊണ്ട് പുതിയ ചെയർമാൻ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ, അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഇവരെ സംബന്ധിച്ചുള്ള നിർദ്ദേശം പുതിയ കൗൺസിലർമാർ യോഗം ചേർന്നുകൊണ്ട് രൂപീകരിക്കും. ശ്രീ പി ജയരാജനാണ് പ്രതികരണം നൽകിയത്. വ്യക്തമായ മുന്നേറ്റം തന്നെയാണ് മട്ടന്നൂരിൽ ഉണ്ടായിരിക്കുന്നത്. മട്ടന്നൂരിലെ ജനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുസ്ലിം 7 കേന്ദ്രങ്ങളിൽ 7 സ്ഥലങ്ങളിൽ സീറ്റുകൾ പിടിച്ചെടുത്തുകൊണ്ടാണ് LDF മുന്നേറിയതുമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ള വിജയത്തെ അതുകൊണ്ട് തന്നെയാണ് വ്യക്തമായ മുന്നേറ്റം എന്ന് പറയേണ്ടി വരുന്നതെന്നും പി ജയരാജൻ പറയുകയുണ്ടായി.